മൂന്നാർ ഇക്കാനഗർ മേഖലയിൽ കുടിവെള്ളക്ഷാമം രൂക്ഷം. പ്രദേശത്തെ പൊതുജല സ്രോതസ്സിൽ നിന്നാണ് കുടിവെള്ളം എത്തിക്കുവാൻ കുടുംബങ്ങൾക്ക് സൗകര്യമൊരുക്കിയിട്ടുള്ളത്. എന്നാൽ ഇവിടെ നിന്നും കാര്യക്ഷമമായ കുടിവെള്ളം ലഭിക്കുന്നില്ലെന്നും വിഷയത്തിൽ ബന്ധപ്പെട്ടവരുടെ ഇടപെടൽ വേണമെന്നുമാണ് കുടുംബങ്ങളുടെ ആവശ്യം. വേനൽ കനത്തതോടെ മൂന്നാർ ഇക്കാനഗർ മേഖലയിൽ കുടിവെള്ളക്ഷാമം രൂക്ഷമാണ്. വർഷങ്ങൾക്ക് മുമ്പ് ക്രമീകരിച്ച പൊതുജലസ്രോതസ്സിൽ നിന്നാണ് കുടുംബങ്ങൾക്ക് ഇവിടെ കുടിവെള്ളം മുമ്പ് ലഭ്യമായിരുന്നത്. ഈ കുടിവെള്ള സ്രോതസ്സിൽ നിന്നും കുടുംബങ്ങൾ ഹോസുകളും പൈപ്പുകളും സ്ഥാപിച്ച് വെള്ളം എടുക്കുകയായിരുന്നു ചെയ്തിരുന്നത്. എന്നാൽ നിലവിൽ എല്ലാ കുടുംബങ്ങൾക്കും ഒരേപോലെ ഇവിടെ നിന്നും കുടിവെള്ളം லഭ்யமாகுന്നില്ലെന്നാണ് പരാതി. குடிக்கிறதுக்கு தண்ணி கிடையாது. நாங்க எதுவும் இந்த தண்ணியை வாரதுல திணி பிடிச்சாங்க நாங்க பலமாடிக்கிட்டு இருக்கோம். ஒரு வீட்டுக்கு அந்த வீட்டுல எல்லாம் 5 பேர் குளிக்கணும் வைக்கணும். தண்ணி இருக்கா போகிறதுக்கு? தண்ணி மழை வந்தா அங்கன பெரிய கிடக்கு. பாலவாடி பிள்ளைங்க எல்லாம் தான் போகுது அங்கனவாடிக்கு. பைக்குக போகுது, வண்டி அடிக்காங்க ராவும் பகலும். அப்ப இந்த தண்ணி பெரிய கிடக்கு. இதை ஒரு உதவி செய்ய வேண்டாமா? நாங்க கச்சராவுக்கு போறோமா சண்டைக்கு? இல்லைண்ணா அந்த புள்ள போக முடியுமா மேலே டாங்கிக்கு? இல்லைன்னா அந்த கிளவி போக முடியுமா? அந்த கிழவர் போக முடியுமா? அவங்களா போய் போட்டுக்கிடுதாங்க, அவங்களா പിടിച്ചുക്കിടുതാங்க. ഞങ്ങൾക്ക് തണ്ണിയേ கிடைக்கல. അതുക്കുള്ള വസതിയെ பார்த்து കൊടുங்க. ഈ പൊതു കുടിവെള്ള സ്രോതസ്സിൽ നിന്നും വെള്ളം എടുക്കുന്നതിന് ചെറിയ തുകയും കുടുംബങ്ങളിൽ നിന്നും ഈടാക്കുന്നുണ്ട്. കുടിവെള്ള വിതരണം ക്രമീകരിക്കുന്നതിനായി ഒരു ജീവനക്കാരനെയും നിയമിച്ചിട്ടുണ്ട്. എല്ലാ കുടുംബങ്ങൾക്കും ഒരേപോലെ കാര്യക്ഷമമായി കുടിവെള്ളം ലഭിക്കുവാനുള്ള ഇടപെടൽ ബന്ധപ്പെട്ടവരുടെ ഭാഗത്തു നിന്നുണ്ടാകണമെന്നാണ് കുടുംബങ്ങളുടെ ആവശ്യം. ന്യൂസ് ബ്യൂറോ, അടിമാലി.